السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹുകളായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിച്ച് ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. പടച്ചവൻ്റെ പൊരുത്തം പ്രതിഫലമായി ലഭിക്കുന്ന മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും തൗഫീഖും സഹായവും സാഹചര്യങ്ങളും ഒരുക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് മക്കയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. മക്കയിൽ കുറച്ച് സിയാറത്തൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഖദീജ ബീവിൻ്റെ ഖബറുണ്ട്, ഒരുപാട് മഹാന്മാരുടെ ഖബറുകളുണ്ട്. മൈമൂന ബീവിൻ്റെ ഖബറുണ്ട്, റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. പിന്നെ വിടവാങ്ങൽ തവാഫുണ്ട്, മക്കയോടും കഅബയോടും യാത്ര പറയുന്ന തവാഫ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വിടവാങ്ങൽ ഹജ്ജിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇൻ്റെ കഥ എന്ന് പറയുന്ന ഹദീസ് തന്നെ ഉണ്ട്. ഖിസ്സത്തു ഹജ്ജത്തുൽ വദാ മിഷ്കാത്തിലൊക്കെ ഉണ്ട്. മിഷ്കാത്ത് എന്ന കിതാബുണ്ട്, അറിയപ്പെട്ട കിതാബാണ്. അത് ഒന്ന് മൊത്തമായിട്ടൊന്ന് കേൾക്കുന്നത് നന്നാവും. നബി തങ്ങൾ മദീനത്തു നിന്ന് വന്ന് മക്കയിൽ ഹജ്ജൊക്കെ നിർവഹിച്ച് തിരിച്ചു പോയ ആ ദീർഘമായ ഹദീസ്, അതിന് ഖിസ്സത്തു ഹജ്ജത്തുൽ വദാ എന്നാണ് പറയാം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അർത്ഥം വെച്ച് പോവുകയാണ് ചെയ്യുക, കിതാബൊക്കെ അർത്ഥം വെക്കുന്നത് പോലെ. ബാബു ഖിസ്സത്തി ഹജ്ജത്തുൽ വദാ. അൽ-ഫസ്ലുൽ അവ്വൽ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പറഞ്ഞു തരുന്നത് നബി തങ്ങളെ കൂടെ ഹജ്ജിന് പങ്കെടുത്ത ആരാണ്? ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് എന്നവരാണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. നബിൻ്റെ കൂടെ ഫുള്ള് പങ്കെടുത്താണല്ലോ. അപ്പോൾ മൂപ്പരിങ്ങനെ നോക്കിയിരുന്നു നബി എന്താ ചെയ്യുന്നത്. മക്കസമിൽ മദീനത്തി തിസ്അ സിനീൻ ലം യഹുജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ പോയി 9 വർഷം താമസിച്ചു. അതിലൊരൊറ്റ ഹജ്ജും നിർവഹിച്ചിരുന്നില്ല. സുമ്മ അദ്ദന ഫിന്നാസി ബിൽ ഹജ്ജി ഫിൽ ആശിറ. 10ാം വർഷം ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് ഹജ്ജിന് പോവുകയാണ് എന്ന അറിയിപ്പ് കൊടുത്തു. അന്ന റസൂലുള്ളാഹി ഹജ്ജുൻ. നബി തങ്ങൾ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട് എന്നുള്ള വിവരം അന്ന് ഏതൊക്കെ അറേബ്യൻ രാജ്യത്ത് മുസ്ലിമീങ്ങളുണ്ടോ അവരിലേക്കൊക്കെ ആളുകളെ പറഞ്ഞയച്ചും മറ്റും വിളംബരം ചെയ്തു. ഫഖദിമ അൽ മദീനത്തെ ബഷറുൻ കസീർ. മദീനയിലേക്ക് 10,000 ആളുകൾ ഒഴുകിയെത്തി, ആണും പെണ്ണുമായിട്ട്. ഫഖറജ്ന. എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നത് കാണാനും നബി തങ്ങളെ അറിയിച്ചത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. മുശ്രിക്കുകൾ ഹജ്ജിൻ്റെ എല്ലാ കോലവും കേടാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി കാണിച്ചതൊന്നുമല്ല, നമ്മൾ പറഞ്ഞല്ലോ. അതിന് മുമ്പ് മക്ക വിജയം ഉണ്ടായി. ആ മക്ക വിജയത്തിൽ ബിംബങ്ങളൊക്കെ ഒഴിവാക്കി. ഇനി അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഒരു ഹജ്ജ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഹജ്ജും കൂടിയാണ് ബാക്കിയുള്ളത്. ഫഖദിമൽ മദീനത ബശറുൻ കസീർ. 90,000 ആളുകളാണ് അന്ന് നബി തങ്ങൾ കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്തിയത്. അല്ല, 1,30,000 ആണ് എന്നും ഒരഭിപ്രായമുണ്ട്. മദീന ഒരു സംഭവമായിട്ടുണ്ടാവും അല്ലേ. വലിയൊരു യാത്രാസംഘം, ലോകം കണ്ടതിൽ വെച്ച് അന്നക്കാലത്ത് അറബികൾ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു യാത്രാസംഘമായിരിക്കും അത്, തീർച്ചയായിട്ടും. കുറേ ആളുകൾ മദീനയ്ക്ക് എത്തിയിട്ടില്ല. നബി തങ്ങൾ മക്കയിലേക്ക് എത്തുമ്പോഴേക്ക് എത്തിയ ആൾക്കാരുണ്ട്. നബി തങ്ങളുടെ മരുമകൻ അലി നബി താലിബ് റളിയല്ലാഹു അൻഹു യമനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫാത്തിമ ബീവിയൊക്കെ യമനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഖാദിയായിട്ട് പോയതായിരുന്നു, ജഡ്ജിയായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്തിയത് യമനിൽ നിന്ന്
മക്കയിലാണ്. വരുന്നുണ്ട് ഹദീസ്. ഫഖറജ്നാമഅഹു, അങ്ങനെ ഞങ്ങൾ നബി തങ്ങളെ കൂടെ പുറപ്പെട്ട് ഹത്താ ഇദാ അതൈനാ ദുൽഹുലൈഫ, മക്ക മദീനക്കാരുടെ മീഖാത്ത് ഏതാ? ദുൽഹുലൈഫ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഫവലദത്ത് അസ്മാഉ ബിൻതു ഉമൈസിൻ മുഹമ്മദ് ബിൻ അബീ ബക്കറിൻ, പൂർണ്ണ ഗർഭിണിയായ 10 മാസം തികഞ്ഞ അസ്മാ ബിൻതു ഉമൈസും ഉണ്ടായിരുന്നു. അസ്മാ ബിൻതു ഉമൈസ് ആരാന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് നിങ്ങളുടെ ഭാര്യ. അവർക്ക് പോരാക്കാൻ പറ്റുന്നില്ല നബിൻ്റെ കൂടെ ഹജ്ജിന്. മദീനയിൽ താമസിച്ചാൽ മതിയല്ലോ. എന്നാൽ പുറപ്പെടുന്നു ചോദിച്ചാൽ ദുൽഖഅദ് 5-നാണ് പുറപ്പെടുന്നത്. ദുൽഖഅദ് 5-ന് ളുഹറിൻ്റെ അസറിൻ്റെ ഇടയിലുള്ള സമയത്താണ് ഈ 10,000-കണക്കിന് മനുഷ്യന്മാരെയും വഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒട്ടകം, ഖസ്വ ഒട്ടകത്തിൻ്റെ പുറത്താണ് നബി തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടത്. ഒട്ടകക്കെട്ടിലാണ് അന്നത്തെ ഏറ്റവും വലിയ ആഡംബരം. ഒട്ടകം എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാം. അതിൻ്റെ മുകളിൽ ഭയങ്കര വില കൂടിയ ഒട്ടകക്കെട്ടിലൊക്കെ ഉണ്ടാവും. ഒട്ടകക്കെട്ടിൽ എന്ന് പറഞ്ഞാൽ ഇരിക്കാനും ഒക്കെ ഉള്ള സീറ്റൊക്കെ ഉണ്ടാവില്ലേ. നബി തങ്ങളെ ഒട്ടകക്കെട്ടിൽ ഇരിപ്പിടം 4 റുപ്യൻ്റെ വിലയുള്ള, 4 ദിർഹം മാത്രം വിലയുള്ള വളരെ പഴയ താഴ്ന്ന മുന്തിയതല്ലാത്ത ഒന്നായിരുന്നു നബി തങ്ങൾ ഒട്ടകപ്പുറത്തിരുന്നിരുന്ന ആ സീറ്റ്. അങ്ങനെ ദുൽഹുലൈഫിലെത്തി. എന്നാൽ പുറപ്പെട്ടത് ദുൽഖഅദ് 5-നാണ് പുറപ്പെട്ടത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടുന്ന് വിമാനത്തിനൊക്കെ പോകുമ്പോൾ ദുൽഖഅദ് 15 കഴിഞ്ഞ് ദുൽഹിജ്ജനോട് അടുപ്പിച്ചൊക്കെയാണല്ലോ പുറപ്പെടാറുള്ളത്, വിമാനത്തിനായതുകൊണ്ട്. ഇത് മദീനയിൽ നിന്ന് പോകണ്ടേ. അങ്ങനെ ദുൽഹുലൈഫിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി അവിടെ അസർ നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചു. ഖസറാക്കിയിരുന്നു നിസ്കാരം, ഖസറായിരുന്നു, ജമ്മല്ല. അപ്പോൾ 2 റക്അത്ത് അസർ നിസ്കരിച്ചു. പിന്നെ അന്ന് രാത്രി അവിടെ കൂടി മഗ്രിബും ഇശാവും സുബഹും ളുഹൂറൊക്കെ അവിടെ പങ്കെടുത്തു. നബി തങ്ങളെ കൂടെ എല്ലാ ഭാര്യമാരും ഉണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരെയും പോയി സന്ദർശിച്ചു. പിന്നെ നബി തങ്ങൾ കുളിച്ചു, ഇഹ്റാമിന് വേണ്ടി കുളിച്ചു. അങ്ങനെ നബി തങ്ങളെ ഒട്ടകത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ കൂന എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ആ പൊന്തിക്കുന്ന ആ സാധനം, പൂഞ്ഞ എന്നൊക്കെ പറയും. അതുമേൽ രക്തമൊലിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. അത് ഈ ഹജ്ജിൻ്റെ ഒരു രീതിയാണ്. ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇത് ഹജ്ജിൻ്റെ ഒട്ടകമാണ്, ആരും ഒരു നിലക്കും അതിന് ഉപദ്രവിക്കില്ല. ചോരൻ്റെ ചെറിയൊരു കളറ് കണ്ടാൽ നബി തങ്ങൾ എന്ത് ചെയ്തു? അത് ഒലിപ്പിച്ച് ആ സ്ഥലത്ത് രക്തം എന്താക്കി ഇങ്ങോട്ട് തേച്ചു അതിൻ്റെ മേലെ കൈകൊണ്ട്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇതിനെ ബഹുമാനിക്കേണ്ട ഒട്ടകമാണെന്ന് മനസ്സിലാവും. അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങോട്ട് അതിൻ്റെ എന്താക്കി ഒരു ചെരുപ്പ് കെട്ടി തൂക്കി. അങ്ങനെ ചെരുപ്പ് കെട്ടി തൂക്കുന്നൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതും വൽ ഖലായിദ എന്ന് ഖുർആൻ പറഞ്ഞ ഇതാണ്. വൽ ഖലായിദ, ഖിരാദത്ത്. അത് ആരും കൊണ്ടുപോകില്ല. ഇത് ഹറമക്ക് പോകുന്ന ഒട്ടകമാണെന്ന് കണ്ടാൽ അതിന് ഉടമസ്ഥൻ ഇല്ലെങ്കിൽ പോലും ഒരാൾ തിരിഞ്ഞു നോക്കില്ല. കവർച്ചക്കാരോ മറ്റോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറയാം, അവിടെ വെച്ചിട്ട് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു. ആരെ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ മുഹമ്മദ് ബിൻ അബീ ബക്കറിനെ. അപ്പം എന്ത് ചെയ്യും? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരെ കല്യാണം കഴിച്ചത് ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷമാണ്. യുദ്ധത്തിൽ ജാഫർ ബിൻ അബീ താലിബിൻ്റെ ഭാര്യയായിരുന്നു ആര്? അസ്മാ ബിൻതു ഉമൈസ്. അവർ വഫാത്തായി യുദ്ധത്തിൽ, മൂത്ത യുദ്ധത്തിൽ. അപ്പോഴാണ് പിന്നെ ആര് കെട്ടുന്നത്? ഈ വിധവയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കിട്ടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം പിന്നെ അവരെ കിട്ടിയത് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആണ്. വലിയ ഭാഗ്യവതിയാണ് സ്വർഗത്തിലെ. അവരെ അവങ്ങൾക്ക് സംശയം ഉണ്ടാവുക, ആരെ കൂടെയാണ് അവരുണ്ടാവുക? ആദ്യ ഭർത്താവിൻ്റെ കൂടെയാണോ രണ്ടാമത്തെ ഭർത്താവ്? മരിക്കുന്ന സമയത്ത് ഏതായിരുന്നു ഭർത്താവ്? അവരെ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും സ്വർഗത്തുണ്ടാവുക. അങ്ങനെ അലി ബിൻ താലിബ് തങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, യഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയും അവരിലുണ്ടായിട്ടുണ്ട്. ഫറസത്തില റസൂലുള്ളാഹി കൈഫ ഹസൻ. അപ്പോൾ നബി തങ്ങളുടെ അടുത്ത് കാളെ പറഞ്ഞു, നബി എനിക്ക് പ്രസവം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ എന്താ കാട്ടേണ്ടത് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, യുദ്ധശ്രീ അങ്ങ് കുളിച്ചേക്ക്, ഇഹ്റാമിന് വേണ്ടി കുളിച്ചേക്ക്. ഹൈദു നിഫാസുള്ളവർക്കും ഇഹ്റാമിന് വേണ്ടി കുളിക്കൽ സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വസ്തശ്രീ വി സൗബിൻ, നീ എന്തേക്ക് ഹൈദ് ഒക്കെ ഉണ്ടല്ലോ, രക്തം വരാതിരിക്കാൻ വേണ്ടി നീ എന്തേക്കുക നാപ്കിനോ മറ്റോ ഉപയോഗിച്ചേക്ക് എന്ന് പറഞ്ഞു. വഹരിമി, എന്നിട്ട് എന്ത് ചെയ്താളെ? ഇഹ്റാം ചെയ്താളെന്ന് പറഞ്ഞു. അപ്പോൾ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ്. അങ്ങനെ ദുൽഹുലൈഫ പള്ളിയിൽ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു.
സുമ്മറക്കിബ അൽ ഖസ്വ, പിന്നെന്ത് ചെയ്തു? ഖസ്വ എന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. അവിടെ നിന്നാണ് ഇഹ്റാം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ്, മദീനയിൽ നിന്നല്ല, ദുൽഹുലൈഫയിൽ നിന്ന്. നമ്മളും ചെയ്യത് മദീനയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ദുൽഹുലൈഫയിൽ ഇറങ്ങിയിട്ട് ആ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ ഇഹ്റാം ചെയ്തിട്ടാണ് നമ്മളും വരിക. വാഹനത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു? വാഹനത്തിൽ കയറിയിട്ടാണ് തഹ്ലീൽ ചെയ്യേണ്ടത്. സുമ്മറക്കിബൽ ഖസ്വ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് വിമാനത്തിൽ അങ്ങോട്ട് കയറി ആ സമയത്ത് ഇഹ്റാം ചെയ്യാം. സുമ്മറക്കിബൽ ഖസ്വ ഹത്താ ഇദസ്തവത ബിഹി നാഖതുഹു അലൽ ബൈദാ. അങ്ങനെ ബൈദാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, അവിടുന്ന് പോരുന്ന കഴിഞ്ഞ സ്ഥലമാണ് ബൈദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കനെ തൽബിയത്ത് ചെയ്തു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക് ഇന്നക ലക വൽ മുൽക്ക് ലാ ശരീക ലക്. 10,000 സ്വഹാബികൾ ഉറക്കെ തഹ്ലീൽ തൽബിയത്ത് ഉരുവിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചെയ്യുന്ന ഇങ്ങനെ. ഇനി ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ലസ്നാ നാരിബി ഇല്ലൽ ഹജ്ജ ലൈസ നാരിഫുൽ അംറ ഹത്താ ഇദാ അത്തീനൽ ബൈത മഅഹു ഇസ്തലമ റുക്ന ഫതവാഫ സബഅൻ ഫറമല സലാസൻ. ഞങ്ങൾക്ക് ഹജ്ജ് മാത്രമേ ഞങ്ങൾ നിയ്യത്തിലുള്ളൂ, ഉംറ ഞങ്ങൾക്കറിയില്ല. ഹജ്ജ് മാത്രമാണ് ഞങ്ങളൊക്കെ നിയ്യത്ത് ചെയ്തത്. കുറേ ആൾക്കാർ എങ്ങനെ ചെയ്തത്? ചില ആൾക്കാർ നിയ്യത്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തതുപോലെ ഞാൻ ഇഹ്റാം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇഹ്റാം ചെയ്യാൻ പറ്റും. ഉസ്താദ് എന്തുകൊണ്ടാണ് ഇഹ്റാം ചെയ്തത്? ആ ഇഹ്റാം ഞാനും നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ, അമീർ എന്താണോ ഇഹ്റാം ചെയ്തത്, നിയ്യത്ത് ചെയ്ത്, അതുപോലെ ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉംറ അറിയില്ല. അതെന്താ? ഞാൻ ഇപ്പോൾ പറയാം. ഉംറ അറിയില്ല എന്നത് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബൻ്റെ അടുത്ത് ചെന്നു, റുക്കുനിൽ ഹജറുൽ അസ്വദൊക്കെ തൊട്ട് ചുംബിച്ചു, 7 വട്ടം തവാഫ് ചെയ്തു, റംലിനടുത്ത് നടന്നു, 3 വട്ടം റംലിനടത്തം, 4 വട്ടം 4 ചുറ്റൽ സാധാരണ നടന്ന്, പിന്നെ മഖാം ഇബ്രാഹിമിൽ പോയി. റസൂലുള്ളാഹി വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹിമ മുസല്ല എന്ന ആയത്ത് ഓതിയിട്ട് പറഞ്ഞു എല്ലാവരും നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ ചെയ്തു. ആദ്യത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ അല്ലാഹു അഹദ് 2 സൂറത്തും ഓതി. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് ചെന്ന് പോയിട്ട് ഫസ്തലമു ചുംബിച്ചു. പിന്നെ സുമ്മ ഖറജ ഇല സ്വഫ, അങ്ങനെ സഫായിലേക്ക് എത്തി. ഫലമ്മാ ദനാ മിന സ്വഫ, സ്വഫയ്ക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അബ്ദു ബിമാ ബദ അല്ലാഹ്, അള്ളാഹ് അസ്വഫ എന്നല്ലേ ഖുർആനിൽ ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് ഞാനും സഫയിൽ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫറഖ അലിഹ, സഫൻ്റെ മുകളിൽ കയറി, പർവ്വതത്തിൻ്റെ മേലെ കയറി. ഹത്താറ അൽ ബൈത്ത, അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കഅബ ശരിക്കും ഇങ്ങോട്ട് കണ്ടു. ഫസ്തഖ്ബല അൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ടു. എന്നിട്ട് ഫഹദല്ലാഹു വകബ്ബറ, നബി തങ്ങൾ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ ഹിസാബ ബഅദഹു എന്ന് പറഞ്ഞ് സുമ്മ ദഅ ബൈന ദാലിക, പിന്നെ കുറേ ദുആ ആയിരുന്നു. സുമ്മ ഖാല മിസ്ല ഹാദാ സലാസ മറാത്തിൻ, അങ്ങനെ 3 വട്ടം ഈ ദുആ ആവർത്തിച്ചു. പിന്നെ നസല, സഫൻ്റെ മേലെ നിന്ന് ഇറങ്ങി, ഓ മസാൽ മർവൻ്റെ അടുത്തേക്ക് നടന്നു. ഹത്തൻ സ്വബ്ബത്ത് ഖദമാഹു ഫി ബത്നിൽ ഹാദി സുമ്മ ഹത്ത ഇദാ സൈദത്ത് മസാ ഹത്ത അത്തൽ മർവത ഫഅല മർവത കമാ ഫഅല അല സ്വഫ, അങ്ങനെ മറവൻ്റെ മേലെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്വഫയിൽ ചെയ്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം ദുആ ആയിരുന്നു. അങ്ങനെ മർവയിൽ അവസാനിച്ചപ്പോൾ നബി എല്ലാ ജനങ്ങളൊക്കെ നബിൻ്റെ കൂടെ ഉണ്ട്. ഈ 10,000 മനുഷ്യന്മാരും നബിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, മനുഷ്യന്മാരെ, ഞാനേ ഹദിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഹദിയ ഒട്ടകത്തിന് അറക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് ഹജ്ജായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്ത് ചെയ്തോളൂ, ഹദിയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളിവിടെ തഹല്ലുലാകണം. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക, പിന്നീട് ഹജ്ജിന് ഇഹ്റാം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ഉംറ ആക്കുമായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഹജ്ജാണ് ഉദ്ദേശിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട്
നബി പറയാണ്, ഞാൻ ഹദീസ് ഇങ്ങോട്ട് വായിക്കാം, ഹദിയ കൊണ്ടുവരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്തോട്ടെ, വിരമിച്ചോട്ടെ, എന്നിട്ട് ഉംറയ്ക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ, മക്ക മുശ്രിക്കുകൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഹജ്ജിൻ്റെ മാസത്തിൽ ഉംറ ചെയ്യാൻ പാടില്ല. അത് നബി തങ്ങൾ തിരുത്തി കൊടുക്കുകയാണ്. ഞാൻ ഹദിയ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഞാനിപ്പോൾ ഹജ്ജ് കൊണ്ടാണ് എന്തായത് ഇഹ്റാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തോളൂ, ഇത് ഉംറയാക്കിയാളേ, ഈ ഹജ്ജിനെ നിങ്ങളെന്ത് ചെയ്ത നിയ്യത്തൊക്കെ ഉംറയാക്കി മാറ്റിയിട്ട് തഹല്ലുലായിട്ട്, നിങ്ങൾ ഹദിയ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, രണ്ടാമത് പോയിട്ട് ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് വന്നിട്ട് രണ്ടാമത് നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, സുറാഖത്ത് ബിൻ മാലിക്കിന് സംശയം, അല്ല റസൂലേ, ഇങ്ങനെ ഹജ്ജിൻ്റെ മാസത്ത് ഉംറ ചെയ്യാൻ പറ്റുമോ, ഇത് ഈ വർഷത്തേക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചു. ഫശബ്ബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദത്തൻ ബിൽ ഉഖ്റ. അപ്പോൾ നബി തങ്ങൾ ഒരു കൈ എന്ത് ചെയ്തു, മറ്റേ കയ്യിൽ ഇങ്ങോട്ട് കൊട്ടിയിട്ട് പറഞ്ഞു, ദഖലത്തിൽ ഉംറത്തു ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ഉംറ പ്രവേശിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഖിയാമത്ത് നാൾ വരെ ഹജ്ജിൻ്റെ മാസത്തിൽ ഉംറ ചെയ്യാൻ പറ്റും. ഒരു പുതിയ നിയമം, അള്ളാഹുവിൻ്റെ നിയമം അവിടെ പാസ്സാക്കപ്പെട്ടു. അവിടെ നിന്ന് കൂടുതൽ നമുക്ക് പറയാനില്ല. നമ്മളെന്താ ചെയ്യുന്നത്, അതന്നെ ചെയ്യാറുള്ളത്. സാധാരണ ഉംറ ചെയ്യുന്നു, തഹല്ലുലാകുന്നു, സാധാരണ ഭാര്യമാരൊക്കെ ഉണ്ടാകും, കുട്ടികളൊക്കെ ഉണ്ടാകും, ഒന്നിച്ചു കൂടി ജീവിക്കുന്നു, താമസിക്കുന്നു, ബന്ധപ്പെടുന്നു, എല്ലാം ചെയ്യുന്നു ഹജ്ജിൻ്റെ മാസത്തിൽ. അങ്ങനെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഇഹ്റാം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചോദിച്ചാൽ, ഹജ്ജിന് ഇഹ്റാം ചെയ്തു, നബി ഉംറയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഇഹ്റാമിൽ തന്നെ തുടർന്നു, അത് ഹജ്ജാക്കി പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ ചുരുക്കത്തിൽ, ഹജ്ജിന് ഇഹ്റാം ചെയ്തു, ഹദിയ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ ഇഹ്റാമിനെ ഉംറയാക്കി മറിക്കുക, എന്നിട്ട് ഉംറൻ്റെ അമാലൊക്കെ ചെയ്യുക. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സംശയിക്കാനുള്ള വിശദമായിട്ട് പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തമത്തുവിൻ്റെ ആൾക്കാരാണ് നമ്മൾ. സാധാരണ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും, അങ്ങനെ നമ്മൾ അറക്കും. അതുകൊണ്ട് തന്നെ ഹറമെന്ന് എന്ത് ചെയ്യും, നമ്മൾ ഇഹ്റാം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഹജ്ജിന് അങ്ങനെ ഉംറയാക്കണ മസലൊക്കെ ഉണ്ട്. ആവട്ടെ, മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയൊക്കെ എന്ത് ചെയ്തു, യമനിൽ നിന്ന് വന്നു. അപ്പോൾ ബദർ നബിക്ക് തങ്ങൾക്ക് അറക്കാനുള്ള ഒട്ടകവുമായിട്ട് ബഹുമാനപ്പെട്ടവർ വന്നു. അപ്പോൾ അലി ബിൻ അബീ താലിബ് തങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ നിയ്യത്ത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിയ്യത്ത് ചെയ്ത് അല്ലാഹു മിന്നി ഉഹില്ല ബിമാ അഹല്ല ബി റസൂലിക്ക. മൂപ്പർക്ക് അറിയില്ലല്ലോ നബി തങ്ങൾ എന്താ ഇഹ്റാം ചെയ്തത് എന്ന്. നിൻ്റെ റസൂൽ എന്താണോ ഇഹ്റാം ചെയ്തത് അതേപോലെ ഞാനും എന്തായിട്ടുണ്ട്, ഇഹ്റാം ചെയ്തു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെ എന്തുണ്ട്, ഹദിയ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അറക്കാൻ, അതുകൊണ്ട് എന്ത് തഹല്ലുലാകണ്ട എന്ന് പറഞ്ഞു. ഫക്കാന ജമാഅത്തുൽ ഹദിയല്ലദീ ഖദമ അലി മിനൽ യമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്തൻ. അങ്ങനെ യമനിൽ നിന്ന് നബി തങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ കൊണ്ടുവന്നതും അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അറക്കാൻ കൊണ്ടുവന്നതുമായ മൊത്തം ഒട്ടകം, മിനായിൽ ഇറക്കാൻ കൊണ്ടുവന്നത് 100 ഒട്ടകങ്ങളായിരുന്നു. ഫഹല്ലന്നാസു. അങ്ങനെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത ആൾക്കാരും ഹദിയില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഉംറ ചെയ്ത് തഹല്ലുലായി. അപ്പോൾ ഖസറു, മുടിയൊക്കെ വെട്ടി. വഖസ്സറു ഇല്ല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ കാന മാ ഹദിയുൻ. നബി തങ്ങളും ഹദിയ കൊണ്ടുവന്ന ആളുകളും ഒഴികെ. ഫലമാ കാന യൗമ തർവിയ. അങ്ങനെ പോട്ടെ, നമ്മൾ ചരിത്രം അങ്ങനെ പറഞ്ഞു പോരാണല്ലോ ഉദ്ദേശം. ദുൽഹിജ്ജ 8 ആയപ്പോൾ അന്നാണ് വെള്ളമൊക്കെ കുടിപ്പിക്കുക ഒട്ടകങ്ങൾക്ക്, മറ്റേ അറഫായിലേക്കും മീനായിലേക്കൊക്കെ ഉള്ള വെള്ളം ഭക്ഷണവും ഒക്കെ കൊണ്ടുപോകൽ അന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ചത് എന്നും അർത്ഥമുണ്ട്. അതാണ് ദുൽഹിജ്ജ 8 ഒരു പ്രത്യേകത. ഇസ്മായിൽ നബിനെ അറക്കണമല്ലോ, ദുൽഹിജ്ജ 10 അറക്കാൻ നിൽക്കുന്നത്. അപ്പോൾ 8 എവിടെ എങ്ങനെയെന്നുള്ള പരിപാടിയൊക്കെ മൂപ്പര് ആലോചിച്ചത്. അങ്ങനെയാണ് അവിടെ പോയിട്ട് മിനായിലേക്ക് കൊണ്ടുപോകുന്നത്.
ഒന്നുമില്ലാത്ത സ്ഥലത്ത്, ഉമ്മ ഇവിടെ കാബിൻ്റെ അടുത്താണല്ലോ ഉള്ളത്. വജ്ജഹുല മീനായിലേക്ക് പോയി. ഫാഹല്ലു ബിൽ ഹജ്ജ് വറക്കിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്ത് കയറി. വാഹനപ്പുറത്താണ് നബി തങ്ങൾ എല്ലാവർക്കും കാണാനും നബി തങ്ങളെ ഹജ്ജ് മനസ്സിലാക്കാനാണ് നബി തങ്ങൾ കാര്യമായിട്ട് വാഹനപ്പുറത്തൊക്കെ പോകുന്നത്. അപ്പം നടക്കണമെന്നൊന്നുമില്ല, വാഹനത്തിൽ പോകേണ്ടവർക്ക് വാഹനത്തിൽ പോരാം. അങ്ങനെ ളുഹുറും അസ്റും മഗ്രിബും ഇഷാവും സുബഹിയും ഒക്കെ മീനായിൽ വെച്ച് നിസ്കരിച്ചു. സുമ്മ മക്കത്ത ഖലീലൻ ഹത്താ തലഅത്തി ശംസു. അങ്ങനെ അന്ന് സൂര്യൻ ഉദിച്ചു. അമറ ബി ഖുബത്തി മിൻ ഷായിരിൻ തുളറബഹു ബിൻ അമീറ ഫസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങോട്ടാ പോകേണ്ട വില കഴിഞ്ഞിട്ട് അറഫേക്കല്ലേ. നബി തങ്ങൾ നെമീറ പള്ളിൻ്റെ അടുത്ത് ഒരു രോമത്തിൻ്റെ, ആടുകളൊക്കെ രോമം ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ഖുബ്ബ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ഖുറൈശികൾ വിചാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ പോവുക, ഖുറൈശികൾ പോയിരുന്ന മാതിരി ഇവിടെ നിൽക്കാതെ നേരെ മശ്അറുൽ ഹറാമിൽ പോയി നിൽക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല. അങ്ങനെ അറഫേക്കാണ് പോയത്. ഖുറൈശികൾ അറഫ കട്ടാക്കിയ ആ പരിപാടി നബി തങ്ങൾ അവസാനിപ്പിച്ചു. വജദൽ ഖുബ്ബത ഖദ് ദുരിബത്ത് ലഹു ബി നമീറ. അങ്ങനെ നമീറയിൽ എന്തായിട്ടുണ്ട്, നമ്മളാ പോണേ ആ നമീറയിൽ നബി തങ്ങളെ ഖുബ്ബ, ഖൈമ എന്നർത്ഥം, അതങ്ങനെ കണ്ടു. ഒക്കെ ആൾക്കാരുണ്ടല്ലോ ഇഷ്ടം പോലെ നബിക്ക്. അപ്പോൾ നബി തങ്ങളവിടെ എത്തിയപ്പോഴേക്കിനെ പണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇറങ്ങി. ഹത്താ ഇദാ സാഗത്തി ശംസു അമറ ബിൽ ഖസ്വ. അങ്ങനെ അവിടെ കൂടി ഇബാദത്തിലായിട്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഖസ്വ ഒട്ടകം കൊണ്ടുവരാൻ പറഞ്ഞു. ഖസ്വാണ് നബിയുടെ ഒട്ടകം. നബി അതിൻ്റെ മേലെ കയറി. ഫറഹനത്ത് ഫാത്ത ബത്തിനൽ വാദി ഫഖത്തബന്നാസ. അങ്ങനെ അവിടെ പോയിട്ട് നല്ലൊരു പ്രസംഗം നടത്തി. അറഫയിലുള്ള സ്ഥലമാണ് ബത്തുനുൽ വാദി. ഉർന എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇബ്രാഹിം നബീൻ്റെ പള്ളിയൊക്കെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പള്ളിയൊക്കെ ഉണ്ട്. ഇബ്രാഹിം നബി നിസ്കരിച്ചിരുന്ന പള്ളി. അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. ഫഖത്തബന്നാസ. അങ്ങനെ ജനങ്ങൾക്ക് ഖുത്ബ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നല്ലൊരു വഅദ് പറഞ്ഞെടുത്തു. അറഫയിലെ ദുആ അങ്ങനെ തുടങ്ങിയിട്ട് ദിക്ർ, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവിടെ നിന്ന്, ആ ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗമാണത്, അറഫയിലുള്ള. ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങളെ രക്തവും നിങ്ങളെ സ്വത്തും വേറെ ആർക്കും എടുക്കാൻ പറ്റൂല, ഹറാമാണ്. കഹുർമത്തി യോമിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. ഈ ദിവസത്തിൻ്റെ ബഹുമാനം പോലെ, ഈ മാസത്തിൻ്റെ ബഹുമാനം പോലെ, ഈ ഭൂമിയുടെ ബഹുമാനം പോലെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അത്രയും വിശുദ്ധമാണ് ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെ സ്വത്തും, ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെ സമ്പത്തും, ഓരോ മനുഷ്യൻ്റെ അഭിമാനവും. അത് നമ്മൾ ഹറമ് പോലെ കാണണം, ഈ മാസത്തെ പോലെ കാണണം, ഈ ദിവസത്തെ പോലെ കാണണം. അലാ കുല്ലു ശൈഇൻ മിൻ അംരിൽ ജാഹിലിയത്തി തഹത ഖദമി. ജാഹിലിയത്തിൻ്റെ എല്ലാ വിവരക്കേടും ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് താഴ്ത്തുകയാണ്. ഒക്കെ ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ താഴ്ത്തിയിട്ടുണ്ട്. ഇനി അത് പറ്റൂല. മൗലൂഉൻ വദിമാഉൽ ജാഹിലിയത്തി മൗലൂഅ. ഇനി പഴയ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് ശിക്ഷ ഒന്നുമില്ല. ഇനി ആരും ഒരു പ്രതികാരം എടുക്കാൻ വേണ്ടി വരണ്ട. അതൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. വ ഇന്ന അവ്വല ദമിൻ അളവു മിൻ ദിമാഇനാ ദമു ഇബ്നു റബീഅത്ത് ബിനുൽ ഹാരിസ് വകാന മുസ്തർദിയൻ ഫീ ബനി സഅദ് വഖതലഹു ഹുദൈൽ. ഞാൻ ആദ്യമായിട്ട് കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എൻ്റെ കുടുംബത്തിലെ ഇബ്നു റബീഅത്തിൻ്റെ, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ റബീഅത്തിനെ എന്തായിരുന്നു, ഹുദൈൽ എന്ന് പറയുന്ന ആൾ കൊന്നിരുന്നു. അങ്ങനെ ഹുദൈൽ എന്ത് ചെയ്തു, ഇയാളെ കൊന്നു. അതിന് പകരം എന്തുണ്ട്, ഇവരെ കൊല്ലേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 100 ഒട്ടകം നഷ്ടപരിഹാരം വാങ്ങേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ഫ്രീ ആണ്. ഇനി പുതിയതായിട്ട് തുടങ്ങുക. ജാഹിലിയത്തെല്ലാം ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,30,000 അല്ലെങ്കിൽ 90,000 അല്ല, 90,000 ഒന്നും അല്ല, പലവും മക്കയിലേക്ക് പിന്നെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്, മദീനയിലേക്ക് വരാൻ പറ്റാത്ത ആളുകളൊക്കെ. അതുകൊണ്ട് 1,30,000 എന്നൊക്കെ പറയാനുള്ള കാരണം ഈ ആളുകളൊക്കെ മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ നബി തങ്ങളെ ശബ്ദം എത്തിച്ചു കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു. അത് ഞാൻ എന്തായിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അതിന് നഷ്ടപരിഹാരം ചോദിച്ചു പോകണ്ട. വരിബൽ ജാഹിലിയത്തി മൗദൂ. പലിശ വ്യാപകമായിരുന്നു ഇവിടെ. ഇനി ആർക്ക് പലിശ കിട്ടാനുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഏർപ്പാട് തന്നെയല്ല. എത്ര ലക്ഷങ്ങളും കോടികളുണ്ടെങ്കിലും ഇന്നത് തീർത്തു. ഇനി അത് ചോദിച്ചിട്ട് ആരും പോകണ്ട. ആർക്കും ഒന്നും കിട്ടാനില്ല. പലിശൻ്റെ വകുപ്പിൽ ആർക്കും ഒന്നും കിട്ടാനില്ല.
എന്നിട്ട് പറയാണ് വാവ്വലി റിബൻ അള്ളാഹുമിൻ റിബാന റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ കൂടെ നബിൻ്റെ കൂടെ ഹജ്ജിനുണ്ട്. മക്കയിലെ ഏറ്റവും വലിയ പലിശ കൊടുക്കുന്ന ആളെ കൂട്ടത്തിൽപ്പെട്ടളായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആദ്യം തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ എളാപ്പാക്ക് പലിശ വകുപ്പിൽ എന്തൊക്കെ കിട്ടാനുണ്ടോ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ആർക്കും ഒന്നും കൊടുക്കാനില്ല, അതൊക്കെ ഞാൻ എൻ്റെ കാലിച്ചോട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫൈനഹു മൗദൂഉൻ കുല, അതൊക്കെ ഒഴിവാക്കി, ഇനി ആരും അബ്ബാസിന് പലിശ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. നബി തങ്ങൾ പറയാം, സ്ത്രീകളെ കാര്യത്തിൽ മാത്രമാണ് അവർ ഒരു നിലക്കും സ്ത്രീ ശ്രദ്ധിക്കാതിരുന്നത്. പെൺകുട്ടി ജനിച്ചാൽ കൊല്ലുന്നിടം മുതൽ, ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ കൊല്ലുന്ന ഒരു ക്രൂരത വരെ അവരെത്തിയിട്ടുണ്ടെങ്കിൽ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഗോത്രങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി എന്തായിരിക്കും? നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹിൻ്റെ റസൂലങ്ങൾ എത്രത്തോളം സ്നേഹിക്കണം എന്നുള്ളതിന് ആ ജാഹിലിയ്യത്തിൻ്റെ എത്രത്തോളം എന്നറിയോ? ഭർത്താവ് മരിച്ചാൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട അവളെ താല്പര്യമുള്ള ആളുകൾ പോയിട്ട് എന്ത് ചെയ്തു? ആ പെണ്ണിൻ്റെ തലയിൽ പോയിട്ടൊരു മുണ്ടട്ടിടുക ചെയ്യുക ആദ്യം. പിന്നെ ആ പെണ്ണ് അയാളതാ. മരിച്ച ഉടനെ തലയിൽ പോയിട്ട് മുണ്ടിടുക എന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് അയാളതാണ്. സ്വത്തൊന്നുമില്ല, അത് പിന്നെ അയാൾക്കാണ്. പെണ്ണിന് സ്വത്തൊന്നുമില്ല. ഇതാണ്. ഞാൻ ബാക്കി ഇടയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളു. സ്ത്രീകൾ നഗ്നരായിട്ട് തവാഫ് ചെയ്യുക, ഒരു വസ്ത്രവും ധരിക്കാതെ, എന്നിട്ട് അതിങ്ങനെ ഒരു കണ്ടിങ്ങനെ ആസ്വദിക്കുക. ഇതൊക്കെയായിരുന്നു കാബൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്നത്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് ഫഇന്നക്കും അഖദ്തുമൂഹുന്ന ബി അമാനില്ലാഹി വസ്തഹലൽതും ഫുറൂജഹുന്ന. ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, യൂറോപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വ്യഭിചരിക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവർ തിരിച്ചറിയാൻ വേണ്ടി വീടിൻ്റെ മുന്നിൽ ഒരു കൊടി നാട്ടുക ചെയ്യുക. ഇതവർ ചെയ്തിരുന്നു പരസ്യമായിട്ട്. ഒരു പെണ്ണിനെ 4 പേർ ഒരുമിച്ച് പരസ്യമായിട്ട് വ്യഭിചരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു മദീനയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങളെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവർക്ക് കൊടുക്കേണ്ട ഹക്കൊക്കെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ സ്വത്ത് നിങ്ങളാരും ഹലാലാക്കരുത്, രക്തം ഹലാലാക്കരുത്, സ്ത്രീകളെയും നിങ്ങൾ ഹലാലാക്കാൻ പാടില്ല എന്ന് ചുരുക്കം. ഫഇന്നക്കും അഖദ്തുമൂഹുന്ന ബി അമാനില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവർ സ്വീകരിച്ചത്. എന്താ അള്ളാഹിൻ്റെ കരാറ്? ഖുർആൻ പറഞ്ഞത് നദ്ദിഫ്ഖി വഹുസ്നിൽ മുആശറ, അവരോട് വളരെ മയത്തിൽ പെരുമാറണം. വഹുസ്നിൽ മുഅശറ, നിങ്ങൾ സഹവസിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അവരോട് സഹവസിക്കണം. മനസ്സിലാവുണ്ടല്ലേ? ഈ 2 കാര്യമാണ് ഖുർആൻ പറഞ്ഞത്. വഅശിറുഹുന്ന ബിൽ മഅറൂഫ് മിനദ്ദിഫ്ഖി, നിങ്ങൾ അവരോട് വളരെ മയത്തിലായിരിക്കണം പെരുമാറേണ്ടത്. വഹുസ്നിൽ മുആശറ, നിങ്ങൾ സമൂഹത്തിൽ പല ആളുകളോടും ഇടപെട്ട് സംസാരിക്കുകയും ഇടപെട്ട് ജീവിക്കുകയും ചെയ്യുന്നില്ലേ? കുടുംബക്കാർ, അയൽവാസികൾ, സഹറൂമുകാർ, ക്ലാസ്മേറ്റുകൾ, സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ, കച്ചവടക്കാർ, ഇത് നിങ്ങൾ സാഹസിക്കുന്നവരിൽ ഏറ്റവും നന്നായി സാഹസിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാരാണ്. ഇത് നിങ്ങൾ സ്വീകരിക്കണം. വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല, അള്ളാഹുവിൻ്റെ കലിമത്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അവരുടെ ഗുഹ്യസ്ഥാനം ഹലാലാക്കിയിട്ടുള്ളത്. ഏത്? ഖബിൽതു നിക്കാഹഹ സവ്വജ്തുക, അല്ല പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത്. വലക്കും അലൈഹിന്ന അല്ലാ യൂതിഅഹുന്ന ഫുറുഷക്കും. എന്നിട്ട് നബിതങ്ങൾ പെണ്ണുങ്ങളെയൊക്കെ തിരിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വലക്കും ഭർത്താക്കന്മാർക്ക് അനുകൂലമായി അലൈഹിന്ന, സ്ത്രീകളൊരു കാര്യം ശ്രദ്ധിക്കണം, അല്ലാ യൂതിഅഹുന്ന ഫുറുഷക്കും അഹദൻ തക്റഹൂനഹു, അവരുടെ വിരിപ്പിൽ നിങ്ങൾ ഒരു അന്യ പുരുഷനെ ചവിട്ടിക്കാൻ പാടില്ല. ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് ഒരാണിനെ നിങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല. വ്യഭിചരിക്കൽ മാത്രമല്ല പറയുന്നത്, ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെയും, ആണായാലും പെണ്ണായാലും, അഹദൻ തക്റഹൂനഹു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയും, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെയും അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കരുത്. ഫൈൻ ഫഅൽന ദാലിക്, അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ, ചെയ്യാൻ പാടില്ലല്ലോ, വളരെ മോശമല്ലേ. ഫദ്രിബൂഹുൻ, അവർക്ക് ചിലവ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ അടിച്ചോളൂ. കാരണം നിങ്ങളെ വീട്ടിലേക്ക് എങ്ങനെ അന്യപുരുഷന്മാരെ കയറ്റുക? അത് മോശമല്ലേ. അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൃത്തം ചെയ്തു. വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തിൽ അവലക്കും അലൈഹിന്ന ലാ യൂതിഅഹുന്ന ഫുറുഷക്കും അഹദൻ തക്റഹൂനഹു ഫഇൻ ഫഅൽന ദാലിക ഫദ്രിബൂഹുന്ന ദർബൻ ഗൈറ വലക്കും അലൈക്കും റിസ്ഖുഹുന്ന. നിങ്ങൾ അടിക്കുന്നൊക്കെ പറയുമ്പോൾ അടിക്കണ പണിയല്ല നിങ്ങൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി മുഴുവൻ ജീവിതകാലത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കണം, അവർ താമസം കൊടുക്കണം, കിസ്വത്തുഹുന്ന, അവർക്കുള്ള വസ്ത്രം കൊടുക്കണം. ആഡംബരമായ രീതി കൊടുക്കണം എന്നല്ല,
ബിൽ മാറൂഫ്. ഓരോ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രമൊക്കെ ആയിട്ട് താമസമൊക്കെ ആയിട്ട് എന്താണോ കൊടുക്കാറുള്ളത് അതുപോലെ കൊടുക്കണം. ഇടങ്ങാറാക്കരുത്, പറ്റ കുറക്കരുത്. നിങ്ങളോട് ഭയങ്കരമായ ആഡംബരം ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടിയില്ല. ബിൽ മാറൂഫ്. നാട്ടിലൊക്കെ ഉള്ളൊരു നടപ്പുണ്ടല്ലോ, ആ നടപ്പനുസരിച്ചുള്ള ഭക്ഷണവും വസ്ത്രവും താമസവും കൊടുക്കണം. അതിലേറെ കിട്ടിയാൽ പെണ്ണുങ്ങളെ ഭാഗ്യം, കുറച്ചാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് കോടതിയിൽ പോയി ചോദിച്ച് വാങ്ങാം. നമ്മൾ പറഞ്ഞില്ല, ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി വാങ്ങുന്ന നാട്ടിൽ പതിവുണ്ടെങ്കിൽ ആ ഇറച്ചി വാങ്ങി കൊടുക്കൽ കടമയാണ്. പൈസ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് കടമായിട്ട് നിൽക്കും. ഉണ്ടായിട്ടും കൊടുക്കണില്ലെങ്കിൽ അവൾക്ക് കോടതിയെ സമീപിക്കാം. എന്തിന്? എനിക്ക് വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ വഖതറക്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ ഇതാ ഉപേക്ഷിക്കുകയാണ്, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇട്ടേച്ച് പോവുകയാണ്. നബി തങ്ങളെ വഫാത്തിൻ്റെ മുന്നറിയിപ്പാണ് നൽകുന്നത്. എൻ്റെ അവസാനിക്കുകയാണ് ഇവിടെ ലോകം, നിങ്ങൾ നൽകാനുള്ള സന്ദേശങ്ങളൊക്കെ ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വിട്ടുപോവുകയാണ്. ലം തദില്ലു ബഅദഹു, എന്നാൽ പിന്നെ നിങ്ങളത് പഴക്കൂല. ഇനി ഇത്തസംതും ബിഹി, നിങ്ങളത് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഴച്ചു പോകില്ല. ഞാൻ എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ. ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ച് പോവുകയാണ്. കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ പെട്ടു. കാരണം ഖുർആൻ പറയുന്നുണ്ട് വാത്തിയു അല്ലാഹ വാത്തിയു റസൂല എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ ഖുർആനും ഹദീസും നബി കൊണ്ടുവന്നൊക്കെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ ഹദീസിൽ പെട്ടു. വ അൻതും തസ്അലൂന അന്നി അൻതും ഖായിലൂന ഖാലൂ നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വ അദ്ദൈത വ നസഹത. വ അൻതും തുസ്അലൂന അന്നി, ഖിയാമത്ത് നാളിലെത്തുമ്പോൾ നിങ്ങളോട് അള്ളാഹു മഹ്ശറിൽ ചോദിക്കും, എന്നെക്കുറിച്ച് ചോദിക്കും. ഫമാ അൻതും ഖായിലൂൻ, അപ്പോൾ സഹാബത്തെ നിങ്ങളെന്താ പറയാമെന്ന് ചോദിച്ചു. നബി തങ്ങൾ ചോദിക്കുകയാണ്, അറഫ ഭൂമിയിൽ, ആ അറഫയിൽ നമുക്ക് എത്തണം. ഇതൊക്കെ നമ്മൾ ഓർക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഭാഷണം മസ്ജിദുൻ നബവിയിലെ. അങ്ങോട്ട് നിങ്ങളെന്താ പറയുക സഹാബത്തെ? ലോകത്തെ മോമിനികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, നബിയെ ഞങ്ങൾ പറയും നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത, അങ്ങ് ഈ ദീന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. വ അദ്ദൈത, അങ്ങയോട് അല്ലാഹു തആല കൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. വ നസഹത, ഈ ഉമ്മത്തിൽ ആണിനും പെണ്ണിനും കുട്ടികൾക്കും മൃഗങ്ങൾക്കും എല്ലാം അങ്ങ് ഗുണകാംക്ഷയോടുകൂടെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾ പറയുമെന്ന് ലക്ഷക്കണക്കിന് സ്വഹാബത്തും ആണും പെണ്ണും അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരൽ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് പറയാണ്, ആകാശത്തേക്ക് ഉയർത്തി നേരെ ജനങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയാണ്. എന്നിട്ട് സംസാരം അവസാനിപ്പിച്ചു. സുമാമറ ബിലാൽ, പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ. ബാങ്ക് കൊടുത്തു. സുമാ ഖാമ, പിന്നെ ഇഖാമത്ത് കൊടുത്തു. ളുഹർ നിസ്കാരത്തിന് ശേഷമല്ലത്, ഈ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ളുഹർ നിസ്കാരം. ളുഹറും അസ്റും നിസ്കരിച്ചു. ളുഹർ ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചു. പിന്നെ ഇഖാമത്ത് കൊടുത്തു, അസ്ർ നിസ്കരിച്ചു. വലം യുസല്ലി ബൈനഹുമാ ശൈഅൻ, സുന്നത്തൊന്നും അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാം. സുമ്മ റക്കിബ, ശേഷമാണല്ലോ സുന്നത്ത്. ളുഹറും കഴിഞ്ഞിട്ട് ജമ്മാക്കി നിസ്കരിച്ചു. സുമ്മ റക്കിബ ഹത്താ അത്തൽ മൗഖിഫ, അത് കഴിഞ്ഞിട്ട് എന്ത്, ഇതിപ്പോൾ അറഫൻ്റെ പുറത്താണ്, നെമിറ പള്ളി അല്ലേ, അറഫയിൽ പ്രവേശിച്ചു. ഫജഅല ബത്ന നാഖതഹുൽ ഖസ്വ ഇല സ്വഖറ, അങ്ങനെ തൻ്റെ നാക്കത്ത്, ഈ ഒട്ടകപ്പുറത്താണല്ലോ സംസാരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കുറേ പാറക്കല്ലുകളുണ്ട്, നമുക്കിപ്പോഴും പോയാൽ കാണാം, ഒരു മാറ്റവും വന്നിട്ടില്ല, ആ പാറക്കല്ല് തന്നെ. എന്നിട്ട് ജബലുൽ മുഷാത്ത് എന്ന് പറയുന്ന പർവ്വതം നേരെ മുന്നിലേക്കാക്കി ഖസ്വ ഒട്ടകത്തിനെ അവിടെ എത്തിച്ചു. വസ്തഖ്ബലൽ ഖിബ്ല, അങ്ങനെ ഖിബ്ലക്ക് മുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യസൽ വാഖിഫൻ, അവിടെ തന്നെ നിന്നു. ഹത്താ ഖറബത്തി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ അറഫയിലെ ആ പാറക്കല്ലുകളെടുത്ത് നിന്നു. ഹത്താ ഖറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചു. വദഹബത്തി സുഫ്രത്തു ഖലീലൻ ഹത്താ ഖാബൽ ഖുർസു
വാർദഫ ഉസാമത്ത. അപ്പോൾ നബിൻ്റെ ബേക്കിൽ ഉസാമാനെ കൊട്ടിയത്. നബിൻ്റെ വാഹനപ്പുറത്തിൻ്റെ ബേക്ക് ഉസാമ, പോറ്റും മകനാണല്ലോ, എൻ്റെ മകനാണല്ലോ ഉസാമ റളിയല്ലാഹു പിന്നിൽ കയറി. ഓരോ സമയത്ത് ഓരോരുത്തരാണ് നബിൻ്റെ പിന്നിലുണ്ടാവുക. ചെറുപ്പക്കാരാണൊക്കെ, നല്ല യുവാക്കളാണ്. ദഫ ഒരു 10-15 വയസ്സേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 16-17 വയസ്സുണ്ടാകും ഉസാമത്തിന്. അങ്ങനെ അത്താർദ മുസ്ദലിഫയിലെത്തി. അവിടെ മഗ്രിബ് ഇശാ നിസ്കരിച്ചു. ഒരു ബാങ്കും 2 ഇഖാമത്തും കൊടുത്തിട്ട് സുമ്മൽത്തജ, അങ്ങനെ നബി തങ്ങൾ അവിടെ കിടന്നു. ഹത്താ തലാൽ ഫജറു, വലിയ പെരുന്നാളിൻ്റെ തലേന്നാണ്, സുബഹി വരെ. അപ്പോൾ സൊല്ലൽ ഫജറ, അങ്ങനെ ഫജർ നിസ്കരിച്ചു. ഹീന തബയ്യന ലഹു സുബ്ഹു ബിഅദാനിൻ വഇഖാമ. അത് കഴിഞ്ഞിട്ട് മുസ്ദലിഫയിൽ ഖസ്വാവിൻ്റെ മേലെ കയറി. ഖസ്വാ നബിൻ്റെ ഒട്ടകമാണ്, വല്ലാത്തൊരു പുണ്യമുള്ള ഒട്ടകമാണത്. നിങ്ങൾ ചരിത്രം കേട്ടില്ലേ, ഹിജറക്ക് വന്ന ചരിത്രം, വല്ലാത്തൊരു സംഭവമാണ് ഖസ്വ. ഈ ഒട്ടകം ഇവിടെ മുതിച്ചു കുത്തുന്നത് അവിടെ പള്ളി ഉണ്ടാക്കാമെന്ന് പറയാണ്. അങ്ങനെ അള്ള കൽപ്പിച്ചു കൊടുത്ത് മുട്ടുത്തി ഖസ്വ ഇവിടെ തന്നെ പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പള്ളി ഉണ്ടാക്കുന്ന മദീനയിലെ പള്ളി. അതാണ് ആ ഖസ്വാർ ഒട്ടകത്തിൻ്റെ പ്രത്യേകത. ഹത്താ അത്തൽ മഷ്അർ അൽ ഹറാം ഫസ്തഖ്ബല അൽ ഖിബ്ല ഫദഅ വകബ്ബറ വഹല്ലല വവഹദ. മഷ്അർ അൽ ഹറാമാണല്ലോ ഉള്ളത്. അവിടെ ചെന്നു. മുസ്ദലിഫയിൽ നിന്ന് രാപ്പാർത്ത് റസൂലുള്ളാഹി അവിടെ കിടന്നുറങ്ങി. സഹാബാക്കൾക്ക് പഠിപ്പിക്കാനാണ് കിടന്നുറങ്ങിയത്. കാരണം പകല് ഫുള്ള് ഇബാദത്താണ്, അപ്പോൾ കുറച്ച് ഉറങ്ങണമല്ലോ. മുസ്ദലിഫയിൽ ദിക്ർ ദുആ ചൊല്ലിയിട്ടുണ്ട്, ഉറങ്ങി. സഹാബാക്കളൊക്കെ ഉറങ്ങി. അങ്ങനെ പിറ്റേന്ന് ഇനി മിനായിൽ കല്ലെറിയണം, ഒരുപാട് പണിയുണ്ട്. അപ്പോൾ തലേന്ന് കുറച്ച് ഉറങ്ങണ്ടേ. അവിടെ ടെൻ്റൊന്നും ഉണ്ടാവില്ല, എവിടെയാണോ ഭൂമി കിട്ടുന്നത് അവിടെ നിലത്ത് വിരിച്ച് കിടന്നുറങ്ങുക. അങ്ങനെ മഷ്അർ അൽ ഹറാമിൽ ചെന്നു. അവിടെ ദുആ ചെയ്ത് തക്ബീർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഫലം യസൽ വാഖിഫൻ ഹത്താ അസ്ഫറ ജിദ്ദൻ. അങ്ങനെ നന്നായിട്ട് നേരം വെളുത്തു. അങ്ങനെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളൊന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഉസാമനെ ഇറക്കി. ഫളിൽ ഇബ്നു അബ്ബാസിനെ കയറ്റുകയാണ്. നല്ല ചെറുപ്പക്കാരാണ്. അത്താബത്തന മുഹസ്സിർ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മുഹസ്സിർ ആനക്കലഹത്തിൽ നശിപ്പിക്കപ്പെട്ട ആൾക്കാരെ. അവിടെ എത്തിയപ്പോൾ നബി ഒന്ന് വേഗത്തിലൊന്ന് സഞ്ചരിച്ചു. ഹത്താ സലക്ക തരീഖൽ വുസ്ത അല്ലതി തഖ്റ ജംറത്തുൽ കുബറ ഉണ്ടല്ലോ, വലിയ ജംറ. അങ്ങനെ ചെന്നു. അവിടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു. 7 കല്ലേറ് നടത്തി. ഓരോ കല്ലേറ് നടത്തി യുക്കബ്ബിറു മഅ കുല്ലി ഹസാത്തിന്, ഓരോ ഏറ് അറിയുമ്പോൾ റസൂൽ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. റമ, ഈ നൊടിക്കാൻ പറ്റുന്ന ചെറിയ ഒരു കല്ലാണ് നബി പൊറുക്കിയിരുന്നത്. അങ്ങനെ മിൻബത്തിനി വാദി സുമൻസറഫ ഇലൽ മൻഹരി. അങ്ങനെ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജംറത്തുൽ അഖബനെ എറിഞ്ഞിട്ട് അറക്കണ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ നബി തങ്ങൾ 63 എണ്ണത്തിൻ്റെ കൈ കൊണ്ട് അറുത്തു. 63 ഒട്ടകത്തെ ബിയദിഹി, സ്വന്തം കൈ കൊണ്ട്. 100 ഉണ്ടായിരുന്നു അറിഞ്ഞില്ലേ. പിന്നെ കത്തി അലി ബിൻ അബി താലിബിൻ്റെ കയ്യിൽ കൊടുത്തു. ബാക്കി 33 എണ്ണം. ബാക്കി 60 എത്രയുള്ളത്? 36 37. അതായി മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അർതു വഅശ്റഖുഹു ഫീ ഹദീഹി സുമ്മ അമറ മിൻ കുല്ലി ബദനത്തിൻ ബിബിദഅത്തിൻ ഫജഅലത് ഫീ ഖദീൻ ഫതുബിഖത്. അങ്ങനെ ഓരോ ഒട്ടകത്തിൻ്റെതും കുറച്ച് ഇറച്ചിടും. അവിടെ ഇഷ്ടംപോലെ പണിക്കാരുണ്ടല്ലോ, ഒക്കെ പാവങ്ങളല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, എല്ലാത്തുനിന്നും കുറേശ്ശെ ഇറച്ചിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വലിയ ചട്ടിയിലിട്ട് പാകാക്കി. ഫതുബിഖത് ഫഅക്കല മിൻ ലഹ്മിഹ വശരിബ മിൻ മരിഖിഹ. അങ്ങനെ എന്ത് ചെയ്തു, അലി ബിൻ അബി താലിബും രണ്ടാളും കൂടി പങ്കാളികളാണ്. അപ്പോൾ അതിന് ഇറച്ചിയെടുത്തു, മാംസമൊക്കെ കഴിച്ചു, അതിൻ്റെ കറി കുറച്ച് കുടിച്ചു. സുമ്മക്കറി ഫാദ. അങ്ങനെ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനം കയറുകയാണ്. ഫാദിൽ ബൈത്തി, കാബൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വസല്ലാ ബി മക്കത്ത് ളുഹ്റ. അങ്ങനെ ളുഹ്റ ആയപ്പോത്തിന് മക്കത്തേക്ക് എത്തി. അറവൊക്കെ കഴിഞ്ഞിട്ട് ളുഹ്റ ആയപ്പോത്തിന് മക്കത്തേക്ക് എത്തി. ഫാത്താല ബനി അബ്ദുൽ മുത്തലിബ് യസ്ഖൂന അലാസം. അപ്പം നബിൻ്റെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിനാണ് അവിടെ സംസം വെള്ളം കുടിപ്പിക്കുന്ന ചുമതല. അവിടെ പോയിട്ട് നബി തങ്ങൾക്ക് വെള്ളം കോരിക്കൊടുത്തു. വല്ലാത്തൊരു സംഭവം അല്ലേ. നബി തങ്ങൾ തിരിച്ചു വരികയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ ആ ചുമതല റസൂലുള്ളാഹിൻ്റെ ഏറ്റെടുക്കുകയാണ്, നബി തങ്ങളെ കുടുംബം. ഫഖാല ഇൻസഉ ബനി അബ്ദുൽ മുത്തലിബ് ഫലൂല യഗ്ലിബക്കും നാസുൻ അലാ സിഖാദിക്കും നസഅതു മഅക്കും. നിങ്ങൾ തന്നെ വെള്ളം കോരി കൊടുത്താൽ മതി, ഇതിൻ്റെ ചുമതല നിങ്ങൾക്കാണ്. എനിക്കെന്നെ കോരാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കോരിയാൽ പിന്നെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, കോരാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്കതിൻ്റെ ആധിപത്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ കോരുന്നില്ല, നിങ്ങൾ എന്നെ കോരിത്തരണം എന്ന് പറഞ്ഞു. ഫശരിബ മിൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുടിച്ചു. ഇൻസഉ ബനി അബ്ദുൽ മുത്തലിബ്. ഇപ്പോഴും അബ്ദുൽ മുത്തലിബാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനാണ് അതിൻ്റെ അധികാരം. ഖിയാമത്ത് നാൾ വരെ അവർക്കാണ്. അങ്ങനെ ഓരോ നബി കൊടുത്തിട്ടുണ്ട്. ആ സംസമിൻ്റെ ചുമതല അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരക്കാണ്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ കാബൻ്റെ താക്കോല്
ഷെയ്ബ കുടുംബത്തിനാണ്. അതിപ്പോഴും 1500 കൊല്ലത്തിന് ശേഷം നബി പറഞ്ഞു ആരും കഴുത്ത് ഊരാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ആ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കാണ് ഇതിൻ്റെ അധികാരം എന്ന് പറഞ്ഞു. ഇപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇമാം മുസ്ലിമാണ്. ജാബിർ അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതേപോലെ തന്നെ ആയിഷ ബീവിൻ്റെ ഒരു ഹദീസും ഉണ്ട്. ആയിഷ ബീവിക്കാണ് ഹയലുണ്ടായതും സംഭവമൊക്കെ ഉണ്ടല്ലോ, ഒക്കെ പിന്നെ ആയിഷ ബീവി പറയുന്നുണ്ട്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.